ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ബൈക്ക് സെറ്റ് ചെയ്യാൻ തന്നെ എനിക്ക് 1 മണിക്കൂറോളം വേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിനോട് ഇവിടെ പറഞ്ഞ് മൈസൂരിനോട് ഇവിടെ പറഞ്ഞ് പോവുകയാണ്. നമുക്കിവിടുന്ന് റൈറ്റ് ഈ ജംഗ്ഷൻ ഓർമ്മയില്ലേ? Bye Mysore, see you again. Good morning everyone, welcome back to yet another video of Scorpio Dog. It's me Shindu. എല്ലാവർക്കും വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ മൈസൂരായിരുന്നു ഉള്ളത്. റൂമിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ നേരെ ഗോവ ലക്ഷ്യമാക്കി പോവുകയാണ്. ഗോവയ്ക്ക് ഇപ്പോൾ നമുക്ക് 10 മണിക്കൂർ 44 മിനിറ്റ്സ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ഒക്കെ കിടന്നപ്പം 5-6 മണിക്കൂറല്ല 5 മണിക്കൂറൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ആ പ്ലാനിങ്ങിൽ കിടക്കുമായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞാൻ ഓർത്തപ്പം 3-4 മണിയാകുമ്പോൾ ചെല്ലും, ഓക്കെ എന്നാൽ പിന്നെ പതുക്കെ ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ഇപ്പം നോക്കുമ്പോഴത്തേ 10-മുക്കാൽ മണിക്കൂർ. മാപ്പിനകത്ത് ജോഗ് ഫാൾസ് ഒക്കെ കാണിക്കുന്നുണ്ട്, നല്ല ഫേമസ് അല്ലേ. അപ്പം അതിലേ പോകുന്നെങ്കിൽ കുറേ വിഷ്വൽസ് എടുക്കണം, നിങ്ങളെ കാണിച്ചു തരണം. മൈസൂർ മെഡിക്കൽ കോളേജ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പം നമ്മൾ ഇന്നലെ ടയർ മാറി, ഫ്രഷ് ടയറാണ്, എല്ലാം ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ആകെ എനിക്കൊരു കൺസേൺ ഉള്ളത് ചെയിൻ ലൂബ് ചെയ്തില്ല, ഒന്ന് ക്ലീൻ ചെയ്തില്ല. സോ അത്ര മെസ്സി അല്ല, ബട്ട് ഒന്ന് ലൂബെങ്കിലും ചെയ്യാമായിരുന്നു. ബട്ട് എൻ്റെ ലൂബില്ല, ഞാൻ ലൂബ് മേടിച്ചില്ലായിരുന്നു. പോകുന്ന വഴി എവിടെയെങ്കിലും കാണുവാണെങ്കിൽ മേടിക്കണം. ഒരു പവർ ബാങ്ക് കൂടെ മേടിക്കണം എന്ന് വിചാരിച്ചാൽ നടന്നില്ല. ഈ ഗ്ലാസ്സിനുണ്ടല്ലോ സൈഡ് വ്യൂ മിററല്ലേ, വിസിബിലിറ്റി തീരെ കുറവാണ്. ആകെ ആ റൗണ്ടിനകത്ത് കാണുന്നതേ ഉള്ളൂ. വേറൊരു മിറർ മേടിക്കണം, ഇതിന് മാച്ചാവുന്ന. പക്ഷേ വാറൻറ്റ് മിറർ കിട്ടണ്ടേ. നമ്മൾ ഇന്നലെ ഇതിലേങ്ങാണ്ടല്ലേ വന്നേ ടയർ മാറാൻ വേണ്ടിയിട്ട്, അതുപോലൊക്കെ തോന്നുന്നു. രാവിലെ തലവേദന എടുക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇപ്പോൾ ചെറുതായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പം ഞാനൊരു ബ്രൂഫിങ് കഴിച്ചു. മെഡിസിൻ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് മെയിൻ ബാഗിൻ്റെ അടിയിരിക്കുന്ന ബാഗിൻ്റെ ഏറ്റവും അടിയില്ല, അതിനകത്താണ് വെച്ചിരിക്കുന്നത്. അതെടുക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ അഴിക്കണം. ഞാനൊരു തരത്തിൽ അഴിച്ചെടുത്തു, ഇല്ലെങ്കിൽ തലവേദന വന്നു കഴിഞ്ഞാൽ എൻ്റെ സർവ്വ മൂളും പോവും, പിന്നെ ഒരു പരിപാടി നടക്കത്തില്ല. പിന്നെ ഇടയ്ക്ക് ഇറങ്ങി ഗുളിക കഴിക്കാനും. അതാണ്ട് അവിടെ നമ്മൾ ടയർ മേടിച്ചേ, അത് കണ്ടോ, മധൂസ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ, റെഡിൽ. അവിടെ നിന്നാണ് നമ്മുടെ ടയർ മേടിച്ചേ. ഇവിടെ നിന്ന് അപ്പോളോ എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ആരെങ്കിലും അപ്പോളോ യൂസ് ചെയ്യുന്നുണ്ടോ? സ്പീഡ് 400 വല്ലതും എങ്ങനെയുണ്ടെന്നൊന്ന് പറയാമോ? ഞാൻ ആദ്യം നെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് അത്ര പോരാ എന്നാണ് ഞാൻ കണ്ടത്. ടീമേത് എവിടുന്ന മ്യൂസിക് കേൾക്കുന്നത്? ആ സ്കൂട്ടറിനായിരുന്നോ അതോ കാറേന്നായിരുന്നോ? ചെവി നന്നായിട്ട് വേദന എടുക്കുന്നുണ്ട് കേട്ടോ ഈ ഹെൽമെറ്റ് വെക്കുമ്പോൾ. ഇരിക്കുമ്പോൾ ചെറിയൊരു വേദനയുള്ളൂ, ഊരുമ്പോൾ എൻ്റെ അമ്മ എന്നാ വേദനയാണെന്നറിയോ. ഹോട്ടൽസുകാരുടെയൊക്കെ തുണി അലക്കിയിട്ടിരിക്കുന്നുണ്ടോ, ലോഡ്ജുകാർ ഹോട്ടലുകാരുടെയൊക്കെ. ആരെങ്കിലും ഈ അപ്പോളോ ടയർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഇനി അറിഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, അതെല്ലാം മേടിച്ചിട്ടു. ബട്ട് നമുക്കറിയാമല്ലോ, അത് അറ്റ്ലീസ്റ്റ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു വഴി അറിയാൻ പറ്റുമല്ലോ. അതായത് കണ്ടോ, ഇത്ര ബംഗ്ലാവിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡൽഹിയിലൊക്കെ കാണുന്ന പോലത്തെ ബംഗ്ലാവോ. ഡൽഹിയിൽ മറ്റേ ഇതുപോലെ അശോക റോഡുണ്ട്,
അക്ബർ റോഡുണ്ട്. അവിടെയൊക്കെ കാണുന്ന മെയിൻ കേന്ദ്രമന്ത്രിമാരുടെയും എം പിമാരുടെയും ഒക്കെ വീടുകളുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ ഇതുപോലത്തെ വീടുകളാണ്, വില്ലകളാണ്. അത് പഴയ ടൈപ്പ് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ടൈപ്പ് വീടുകൾ. നമ്മൾ ബ്രേക്ക് കിട്ടുമ്പോൾ കുറച്ച് റെസ്പോൺസിബിളായിട്ട് ബ്രേക്ക് കിട്ടണം കേട്ടോ. ചുമ്മാ കാണുന്നിടത്തോട്ട് ഉണ്ടെങ്കിൽ ചവിട്ടുമല്ലോ. പുറകെ വരുന്നവൻ അറിയില്ല നിങ്ങൾ ചവിട്ടാൻ പോവാണോ. ഇവൻ ഒരു സ്പേസ് ഇട്ട് വന്നാൽ പോലും ചിലപ്പോൾ പിടിച്ചാൽ ചവിട്ടിയാൽ കിട്ടണമെന്നില്ല, പ്രത്യേകിച്ച് ബൈക്കുകാർ. സാധാ ബൈക്കൊക്കെ, നോർമൽ ബൈക്കൊക്കെ ആണെങ്കിൽ ഒന്നും പിടിച്ചിട്ട് കാര്യമില്ല, കൊണ്ടങ്ങ് ഇടിപ്പിച്ച് നിർത്തിയാൽ മതി. കാരണം പിടിച്ചാൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ റെസ്പോൺസിബിളായിട്ട് വണ്ടി ഓടിക്കണം. ഒരാൾ വണ്ടി ഓടിക്കുമ്പോൾ കണ്ടാലറിയാം അയാൾ എക്സ്പീരിയൻസ്ഡ് ആണോ, അറിയാവുന്ന ആളാണോ. അവരുടെ പുറകിൽ പോകാൻ നമുക്കൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. ചിലരുടെ പുറകെ പോയാൽ നമുക്കറിയാം ഇത് പണിയാവും. സോ നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോവും. ഇപ്പോഴും റെസ്പോൺസിബിളായിട്ട് വണ്ടി ഓടിക്കും, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കാതെ. എന്തിനാണ് നമ്മൾ കാരണം വേറൊരാൾക്ക് എന്തിനാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതുപോലെ തന്നെ ലൈൻ ഡ്രൈവിങ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. ചുമ്മാ ചിലത് കണ്ടുണ്ടോ ഈ വരയിൽ കൂടെ ഓടിക്കത്തില്ല. അവരുടെ വിചാരം ഈ വര ഇട്ടിരിക്കുന്നത് അവിടുത്തെ കൂടെ ഓടിക്കാനാണെന്ന് വിചാരം. അങ്ങനെയുള്ള വിചാരം. ബട്ട് ഒരു ലൈൻ അവരത്ര കെയർ ചെയ്യുന്നില്ല. ലൈൻ ഇട്ടിരിക്കുന്നതിന് അതിനുണ്ടല്ലേ, 2 ലൈനായിട്ട് ഇട്ടിരിക്കുന്ന 2 ലൈനിൽ പോകാനായിട്ടല്ലേ. ഈ നടുക്കൂടെ ഓടിച്ചു കഴിഞ്ഞാൽ ഇടത് വശത്തോടെയും പോകാൻ പറ്റത്തില്ല, വലത് വശത്തോടെയും പോകാൻ പറ്റില്ല. ഗായ്സ് ഇത് കണ്ടോ, നമ്മളെ ഗൂഗിൾ മാപ്പ് തേണ്ട ഈ ഒരു റോഡിൽ കയറ്റിയിട്ടുണ്ട്. ഈ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും ഇങ്ങനെ പാടങ്ങളാണ്. അതിൻ്റെ ഇടയ്ക്ക് ഓരോ കനാലുകളൊക്കെ കാണാം. അങ്ങോട്ട് വെള്ളം പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം ഈ പാടങ്ങളുടെ ഇടയ്ക്ക് എൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ കനാലുണ്ട്. ഈ കനാലിൽ നിന്നാണ് ഇവർ കൃഷി ചെയ്യാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നത്. ഈ റോഡ് ഇങ്ങനെ നേരെ കിടക്കാം. ലോക്കൽ ഗ്രാമത്തിൽ കൂടെ റോഡുണ്ട്. അത് കനാല് കണ്ടോ, ആ കനാലിൽ നിന്ന് ഇവരൊക്കെ വെള്ളം എടുക്കുന്നത്. 2 സൈഡ് പാടങ്ങൾ, ഇങ്ങനെ കുറേ കനാലാണ്. എൻ്റെ ഇവിടെ വേറൊരു കനാല്, ഇതിലേ വെള്ളം കൊണ്ടുവരുന്നത്. എന്നിട്ട് ഏറ്റവും താഴെ ഒരു വലിയ തടാകം പോലെ കാണുന്നുണ്ട്. വിജനമായ സ്ഥലം കേട്ടോ. രാത്രിയൊക്കെ പോകുമായിരുന്നു, ഞാൻ പേടിച്ചാണ് ഇതിലെ കൂടെ പോകുമായിരുന്നെങ്കിൽ. ഈ റോഡ് എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നതെന്ന് അറിയില്ല. ഐ ഹോപ്പ് നല്ലൊരു ഹൈവേയിലേക്കാണ് തോന്നുന്നു കൊണ്ടുപോകുന്നത്. നിങ്ങൾ ഈ ഒരു സാധനം കണ്ടോ, വഴിയിൽ ഇത് ഉണങ്ങാനാണോ അതിന് ഇതിനകത്തുനിന്ന് വല്ല തരി എടുക്കാനാണോ എന്നറിയത്തില്ല. ഇവർ വഴി കൊണ്ടിട്ടിരിക്കുന്നു. ഇപ്പം നാട് റോഡിൽ റിസ്ക്കിയാണിത് കേട്ടോ. ഇങ്ങനൊന്നും കൊണ്ട് ഇടരുത്. എന്തിനാ എഴുതുമെന്ന് എനിക്കറിയില്ല. അവിടെ അപ്പുറമൊക്കെ ഇഷ്ടംപോലെ സ്ഥലമില്ല. ഈ റോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ വരുന്ന വണ്ടി പാളിപ്പോൾ ഇതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബൈക്കുകാരുടെ. 4 വീലറാണെങ്കിൽ കുഴപ്പമില്ല. സൈഡിൽ കൂടെ വഴുന്ന ബൈക്കിന് ശകലം സ്പേസ് ഇട്ടിട്ടുണ്ട്. എന്നാലും ഇത് മറ്റേ കച്ചിയില്ലേ, അതാണെന്ന് തോന്നുന്നു. എൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ കണ്ടത് ഒരു ദോസ്ത് ഇങ്ങോട്ട് വന്ന് മേലോട്ട് കയറിയിട്ട് എൻ്റെ ബാക്ക് ടയർ തന്നെ മാറുന്നത് എൻ്റെ മേളിൽ കയറിയിട്ട്. എന്ത് റിസ്ക് പരിപാടിയാണ് കാണിക്കുന്നത്. എത്ര സ്ഥലത്ത് കണ്ടെന്ന് അറിയുക വരുന്ന വഴിയിൽ. ഇതുണ്ടോ എൻ്റെ കൂടെ ഈ പൊടിയും. ഈ സൈഡിൽ ഈ വഴിയിലെല്ലാം ഇടുന്ന ഈ സൈഡിൽ കണ്ടില്ലേ എൻ്റെ വേസ്റ്റ് കിടക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ കുറേ നേരമായിട്ട് ഈ ഇങ്ങനത്തെ വഴി കൂടെ ഇതെന്താ സംഭവം. ഇവിടെ കുറേ ജമന്തി കൃഷി ഞാൻ കണ്ടായിരുന്നു കേട്ടോ സൈഡിലൊക്കെ. ഇവിടെ നിന്നൊക്കെയല്ല, മൈസൂരിൽ നിന്നൊക്കെയല്ലേ വരുന്നത്. ഓ അതേ അടുത്തത് എൻ്റെ ദൈവമേ. റിസ്ക്കാണ് കയറി കഴിഞ്ഞാൽ. ഉണങ്ങാൻ വേണ്ടി ഇടുന്നതാണെന്ന് തോന്നുന്നു. എന്നാൽ പിന്നെ ആ മണ്ണിലിട്ടാൽ പോരെ, അല്ല ഷീറ്റ് എല്ലാം വിരിച്ചിട്ട്. എനിവേ അപ്പം നമ്മൾ ജമന്തി കൃഷി കുറേ കണ്ടായിരുന്നു. അപ്പോൾ കുറേ നേരമായിട്ട് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. ഇനി ഒരു 2.7 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക്. ഗൂഗിൾ മാപ്പ് വൃത്തിയായിട്ട് യൂസ് ചെയ്താൽ മതി ഗൈസ്. അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട്. എന്ത് പറഞ്ഞാലും എന്തെങ്കിലുമൊക്കെ കാരണം കാണും. അല്ലെങ്കിൽ ഒരിക്കലും നമ്മളെ തെറ്റായ വഴികൾ ഒരിക്കലും കൊണ്ടുപോകില്ല. സോ നമ്മളുടെ കോമൺ സെൻസും കൂടെ കുറച്ച് പ്രയോഗിക്കണം, അല്ലേ പണി കിട്ടും. ഒരു ഡാമുണ്ട് കേട്ടോ ഫ്രണ്ടിൽ.
എനിക്കൊന്ന് ആ ഡാമിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് ഈ കനാലിലോട്ട്. ഇത് കണ്ടോ, ഉണ്ടോ അവിടെ കാണുന്നുണ്ടോ ഡാം കണ്ടോ? ഈ ഒരു റോഡിലേക്ക് കൊണ്ടുവന്ന്, ഈ റോഡ് കണ്ടിട്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ വലിയൊരു പാലമുണ്ട്, അത് കണ്ടോ, അതാണ് ഡാം. ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഒരു പുഴയാണ് കേട്ടോ, തടാകമല്ല. അതിലേക്ക് വെള്ളം ചെല്ലുന്നു. ഇത് കണ്ടോ, നിലമൊരുക്കുന്നുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട്. ആൾക്കാർ തുണി അലക്കിയിട്ടിരിക്കുന്നുണ്ട് ഇവിടെ. പുഴയിൽ നിന്ന് വെള്ളം എടുത്തിട്ട്, നല്ല വെള്ളം, നല്ല ഇതാണല്ലോ, പൊല്യൂട്ടഡ് അല്ല, നല്ല കാര്യം. അതാണ് ഡാം. അതുണ്ടോ, ഇത് പമ്പിങ് സ്റ്റേഷനാണ്, വെള്ളം പമ്പ് ചെയ്യുന്ന സ്ഥലം. കൊള്ളാം. റോഡ് നന്നായിരുന്നെങ്കിൽ കൈ കൊടുത്ത് പോകായിരുന്നു. ഇതെന്തോ സംഭവം? എന്തോ കത്തിക്കുന്ന സാധനമാണോ? ഇത് കണ്ടോ, റോഡ് സൈഡിൽ ഇങ്ങനെ മീനിൻ്റെ ആകൃതിയിൽ മീൻകടയാണെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ, കൊള്ളാമല്ലോ. മീനിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു ഡോറൊക്കെ ആയിട്ട്. ഇവിടെ ആനപ്രേമികളൊക്കെ ഉണ്ടോ? ഇത് കണ്ടോ, കർണാടകത്തിൽ ആനയൊക്കെ ഉണ്ടോ ഉത്സവത്തിനൊക്കെ? ആന ഉണ്ടല്ലോ, ശരിയാ. പക്ഷെ അവിടെ ആനപ്രേമികളൊക്കെ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നമ്മുടെ നാടല്ലേ ആനപ്രേമത്തിനും ആനക്കമ്പത്തിനും പേര് കേട്ട സ്ഥലം, ആന ഫാൻസ് അസോസിയേഷൻസും. നമ്മുടെ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള പോലെ എന്തായാലും ഇവിടെ കാണില്ല. നമ്മളവിടെ ഒരു തരം ഹരമല്ലേ ആനയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റോഡ് ഇച്ചിരി മോശമാണ്. അടുത്ത നല്ല റോഡിലേക്കായിരിക്കും പ്രതീക്ഷിക്കാം. നമ്മളിപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഞാൻ പറയട്ടെ, നമ്മൾ പുറത്തേക്ക് തള്ളിവിടുന്ന വാക്കുകളുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. കോൺഷ്യസ്ലി അൺകോൺഷ്യസ്ലി ഒക്കെ അത് നമ്മുടെ ജീവിതത്തിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെപ്പോഴും വായിന്ന് എന്തെങ്കിലുമൊക്കെ പറയുമ്പം ശ്രദ്ധിച്ച് പറയുക, എപ്പോഴും പോസിറ്റീവായിട്ട് പറയുക. നെഗറ്റീവായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എവിടെയെങ്കിലുമൊക്കെ റിഫ്ലക്റ്റ് ആവും. ഓൾവേസ് ബി പോസിറ്റീവ്. നെഗറ്റീവ് ആകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും, ഉറപ്പാണ്. കർണാടകത്തിൽ പെട്രോളിന് എത്രയായിരുന്നു? 102.4 നാലിലേക്കെല്ലാം 4 അല്ലേ? 106 അത് 108 ഞാൻ ഓർക്കുന്നില്ല. പോകുന്നു, അടിക്കുന്നു, വരുന്നു. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ആകുന്നതുകൊണ്ട് പിന്നെ നോക്കിയിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ വേറൊരു വഴിയിലേക്ക് കയറുകയാണ്. നല്ല വഴിയാണോ കണ്ടറിയാം. എന്തായാലും ഡിവൈഡറൊക്കെ ഉണ്ട്, അത്യാവശ്യം നല്ല വഴിയായിരിക്കും. ഇതാണ് KRS KRPet റോഡ്. ഓക്കെ, 8.9 കിലോമീറ്റേഴ്സിൽ ടേൺ റൈറ്റ് ആണ്. സോ 8-9 കിലോമീറ്ററോളം ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഹൊസൂറിനടുത്താണ്. കുറേ നേരം ഇരുന്ന് വേദന എടുത്തപ്പോൾ ഒന്ന് ഇറങ്ങി നിന്നാണ്. ഇതുവരെ കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വഴി കുഴപ്പമില്ല കേട്ടോ. ഈ വഴി കണ്ടിന്യൂസ് കിട്ടുവാണെങ്കിൽ അടിപൊളിയായിരുന്നു, വിട്ടുപോകായിരുന്നു. ഇവിടെ ഒരു കടയുണ്ട്, ചായ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കാം. ഇത് മറ്റേ ബിൽഡിംഗ് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടെന്തോ അല്ല ഗവൺമെൻറ് ഓഫീസോ അല്ലായിരിക്കും. ഗ്ലൗസ് ഈസ് എ മസ്റ്റ് നൗ. ഇപ്പം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഗ്ലൗസ് എന്തായാലും വേണം. നേരത്തെ മറ്റേ വല്ല ഹിൽ സൈഡൊക്കെ ആയിരുന്നു, ഫോറസ്റ്റൊക്കെ ആയിരുന്നെങ്കിൽ ഗ്ലൗസ് ഇല്ലാണ്ട് എന്തായാലും പതുക്കെയാണ് പോകുന്നത്. പിന്നെ വെയിലില്ല, ഗ്ലൗസിൻ്റെ ആവശ്യമില്ലായിരുന്നു. പക്ഷെ ഹൈവേസിൽ എന്തായാലും ഗ്ലൗസ് വേണം. ലെറ്റ്സ് ഗോ. നല്ല ശാന്തസുന്ദരമായ ഗ്രാമങ്ങൾ അല്ലേ? വളരെ നന്നായിട്ടുണ്ട് കുട്ടി. ബൂസ്റ്റ് ഒന്ന് ചാർജ് ചെയ്തെന്നു. ചാർജ് ചെയ്യുമ്പോൾ ഒരു രസമാണ്.
കുണ്ടിയൊക്കെ വേദനയൊക്കെ മാറി ഇന്ന് സെറ്റപ്പായി വരും. എന്നിട്ട് അങ്ങോട്ട് കയറി ഇരുന്നിട്ട് നല്ല റോഡിൽ കൂടി ഇങ്ങോട്ട് പറപ്പിക്കാൻ എന്നാ രസമെന്നറിയാം. 90 നേരെ 100-ലോട്ട് കയറണം. അടാ ഇങ്ങനെ കൈ കൊടുത്തിരിക്കുന്ന നല്ല രസമായിരിക്കും ഇങ്ങനെ ഓടിക്കാൻ. ഈ റോഡ് ഇങ്ങനെ നേരെ തന്നെ പോട്ടെ, അവസാനിക്കാതിരിക്കട്ടെ. എനിവേ 850 meters ടേൺ റൈറ്റ്. ഇതെന്തോ തന്നെ മലയോ? ഓക്കെ, ഹമ്പൊന്നും ഇല്ലാണ്ടിരിക്കട്ടെ. ഇതിൽ ഹമ്പൊന്നും മാർക്ക് ചെയ്യത്തില്ല ഇങ്ങനെയുള്ള റോഡുകളിലൊന്നും. മീൻസ് നോർമൽ റോഡ്സിലൊന്നും സൂക്ഷിച്ച് പോകുന്നതായിരിക്കും നല്ലത്. കാറ് വരുന്നുണ്ട്. തേങ്ങയുടെ തൊണ്ട് എന്തോ ചെയ്യുന്ന സംഭവമാണ്. തൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ തേങ്ങയുള്ള സ്ഥലമാണ്. തെങ്ങും തോപ്പുകളുണ്ടോ? കണ്ടോ? അത് മറ്റേ പുല്ലാന്ന് തോന്നുന്നു. അല്ലേ, പശുവിന് കൊടുക്കുന്ന മറ്റേ വളർത്തുന്ന പുല്ലില്ലേ, തെങ്ങും തോപ്പിൻ്റെ ഒക്കെ ഇടയ്ക്ക്. ഗായ്സ് മുന്നോട്ട് നോക്കിയേ, എങ്ങനെയുണ്ട് ഗായ്സ്? നോക്കൂ, സൂപ്പറല്ലേ റോഡ്? എങ്ങനെയുണ്ട് റോഡ്? സൂപ്പറല്ലേ? രണ്ട് സൈഡിലും വിജനമായ തോപ്പുകളും വീടുകളും. വെരി നൈസ്. റോഡിലൊക്കെ വണ്ടി എന്ന് പറയുന്ന തീരെ ഇല്ല. വെരി നൈസാണ്. നൈസായിട്ട് പറന്നു പോകാൻ പറ്റിയ റോഡാണ്. ശ്രദ്ധിക്കണം, ഇടയ്ക്ക് ചിലപ്പോൾ കുഴിയൊക്കെ കാണുമായിരിക്കും. ബട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂപ്പർ റോഡാണ്. കൈ കൊടുത്തിങ്ങനെ അങ്ങ് ഒഴുകി പോയാൽ മതി. അവിടെ ഇവിടെയൊക്കെ ഓരോ ചെറിയ ചെറിയ വീടുകൾ. ചിലപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരു ഹമ്പ്, മറ്റേ ജംഗ്ഷനൊക്കെ വരുമ്പോൾ കടകളൊക്കെ ഉള്ള സ്ഥലങ്ങൾ വരുമ്പോൾ ഇതുപോലൊരു ഹമ്പ്. അവിടെ ഒന്ന് ചവിട്ടി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊടുത്തങ്ങ് ഇരുന്നാൽ മതി. വെരി നൈസ്, വെരി നൈസ്. അതുകൊണ്ട് തെങ്ങുന്തോപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഹമ്പ് ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, കൈ കൊടുത്തിരുന്ന് ഉറങ്ങായിരുന്നു. നേരെ വിളിച്ചാൽ മതി. മണ്ടത്തരം പറയാണ്. എന്നാലും വിജയാനന്ദ് വരുന്നുണ്ടോ? VRS ബസ് ഗോവയിൽ നിന്ന് വരുന്നുണ്ട്. ഗോവൻ രജിസ്ട്രേഷനാണ്. ഇവരുടെ മെയിൻ ഓഫീസ് ബാംഗ്ലൂർ തുടങ്ങാണ്ടെന്ന് തോന്നുന്നു. VRS ഇഷ്ടം പോലെ വണ്ടിയുണ്ട്, ഇഷ്ടം പോലെ വണ്ടി. ഒരു ബട്ടർഫ്ലൈ വന്ന് ഹെൽമെറ്റിൻ്റെ വൈസറിൻ്റെ ഇടിച്ചിട്ട് വൈസർ വൃത്തികളായി. ഇനി ഇത് ക്ലീൻ ചെയ്യണം. അല്ലെങ്കിൽ അവിടെ നിന്ന് ഉറങ്ങി പിടിക്കും. എങ്ങനെ ക്ലീൻ ചെയ്യും? ടിഷ്യൂ ബാഗിനകത്താണ്. വണ്ടി നിർത്തണം. സാറില്ല, വലിയ കുഴപ്പമില്ല, പിന്നെ ക്ലീൻ ചെയ്യാം. ഞാൻ ഇന്നലെ പറഞ്ഞാലേ, അവർക്ക് ഇഷ്ടംപോലെ സ്ഥലങ്ങൾ വെറുതെ കിടക്കുന്ന കാരണം റോഡ് വെറുതെ നീളത്തിലിങ്ങനെ പണിയും. ഒരു വളവിൻ്റെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളവാണ്. കാരണം നമ്മുടെ ഭൂപ്രകൃതി എങ്ങനെയാണല്ലോ. ഇത്രയും സ്ഥലം നമുക്കുണ്ടായിരുന്നെങ്കിൽ അടിപൊളി റോഡ് പണിത്, റോഡും കുഴിയാകത്തില്ല. സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വ്യവസായത്തിന് കൊടുക്കാം. എന്തെല്ലാം ഗുണമുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ. ബട്ട് അവർ കേരള ഈസ് ബ്യൂട്ടിഫുൾ. അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കേരള ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ട് വരുന്നില്ലേ ടൂറിസത്തിന് വേണ്ടിയിട്ട്. അപ്പം എത്ര മനോഹരമാണ് നമ്മുടെ നാട്. അതോടൊപ്പം തന്നെ എല്ലാ നാടും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ മനോഹരമാണ്. ഏത് ജംഗ്ഷനോ ഒന്നും അവർ ഇംഗ്ലീഷിലൊന്നും എഴുതാത്തതുകൊണ്ട് ഏതാണെന്ന് വായിക്കാൻ പറ്റുന്നില്ല സ്ഥലപ്പേരൊന്നും. ഗായ്സ്, അങ്ങനെ നമ്മൾ വന്ന വഴിയിൽ നിന്ന് നമ്മളൊരു മെയിൻ ഹൈവേയിലോട്ട് കയറാൻ പോകണേ. ഇവിടുന്ന് നേരെ ഷിമോഗയാന്ന് തോന്നുന്നു. യെസ്, ശിവമോഗ എന്ന് പറയും. ഒരു മെയിൻ സിറ്റിയാണ്. അപ്പം ആ ഒരു ഹൈവേയിലേക്ക് കയറാനാണ്. ഈ വണ്ടി ഇതിലെ കയറുമോ? ഗ്രിപ്പില്ലാത്ത സാധനമാണ്. കയറിയാൽ മതിയായിരുന്നു. എൻ്റെ ദൈവമേ, കയറണ വേണ്ട, റിസ്ക് എടുക്കണ്ട. അപ്പുറത്തോടെങ്ങാനും പോയി കയറാൻ പറ്റുമോ? അതിലെ കയറിയില്ല ഗൈസ്. ഞാൻ അവിടെ നിന്നെങ്ങാനും പോയി നോക്കാം. എന്നാൽ അതൊന്ന് നോക്കട്ടെ. ഇത്ര ലോഡുള്ളതുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും കയറായിരുന്നു. വണ്ടി ചിലപ്പോൾ കൈ നിൽക്കത്തില്ല.
കയറി ഗൈസ്. എൻ്റെ അമ്മച്ചി. അങ്ങനെ ഈ സൂപ്പർ ഹൈവേ കയറി. ഇതെന്താ ഇങ്ങനെ കാണിക്കുന്നത്? ഷടാ, ഇതിൻ്റെ മേളിൽ കയറാനല്ലേ പറഞ്ഞു. ഇവിടുന്ന് റൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പം നല്ല വെരി സൂപ്പർ ഹൈവേ കിട്ടി ഗൈസ്. ഷിമോഗ ഹൈവേ, അർസിക്ര ഷിമോഗ. നേരെ നേരെ അങ്ങ് വിട്ടാൽ മതി. ഓ മൈ ഗോഡ്, സീ ദ വ്യൂ. ഇവിടുന്ന് ഒരു 14 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് സ്ലൈറ്റ് റൈറ്റ്. അപ്പോൾ ഈ ഹൈവേ കൂടെ നമ്മൾ പുറക്കുകയാണ് ഗൈസ്. ഒറ്റ വണ്ടിയില്ല. ഓ മൈ ഗോഡ്, ഒറ്റ വണ്ടിയില്ല. നമ്മുടെ മുമ്പേ ബൊലേറോ അവിടെ കണ്ടിട്ടുണ്ട്. ഓ ഇങ്ങോട്ട് നോക്കി ഹൈവേ കണ്ടോ? എന്നെ സൂപ്പറാണ് നോക്കി. വെരി നൈസ്. ഓ ഒരു അടിപൊളി വണ്ടി ഉണ്ടെങ്കിൽ, ഒരു സ്പോർട്സ് കാറോ അല്ലെങ്കിൽ ഒരു പനികാല V4 ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 250 കാച്ച. 250. നമ്മളൊരു 100-ലെങ്കിലും പോയില്ല. മോശമല്ലേ ഗൈസ്? ഒരു 100-ലെങ്കിലും പോകണം. ഇല്ല, ഗവൺമെന്റ് തന്നെ എന്നാ പറയുക, ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, നീ വണ്ടി പോലും ഇല്ലാത്ത റോഡിൽ കൂടെ നിനക്കൊന്ന് സ്പീഡിൽ പോയാൽ എന്താ മോനെ എന്ന് ചോദിക്കും. ഞാൻ കണ്ടമാനം ഓവർ സ്പീഡ് എടുക്കാറില്ലായിരുന്നു. പക്ഷെ ഇത് ഇത്രയും നല്ല റോഡ് വണ്ടി ഇല്ലാതിരിക്കുമ്പോൾ പിന്നെ എങ്ങനെ 100-ൽ പോകാതിരിക്കുന്നത്? ഇതിൻ്റെ മിനിമം സ്പീഡ് തന്നെ ചിലപ്പം 80-ലായിരിക്കും. ആക്കണം, അല്ലെങ്കിൽ പിന്നെ ഇത്രയും നല്ല റോഡ് ഉണ്ടാക്കിയിട്ടിട്ട് എന്തെടുക്കാനാണ്? എങ്ങും ഒരു വണ്ടി പോലും ഇല്ല. ഇവരുടെ ഇടയ്ക്ക് വന്ന് കയറാനും വഴിയില്ല. എനിക്ക് ഇത്രയും നല്ല റോഡ്, എൻ്റെ അമ്മോ. ഒരു ദുബായി കൂടെ പോകുന്നവരുണ്ട്. സൂപ്പർ. ഗൈസ്, ആ റോഡ് തീർന്നു. പിന്നെ നോർമൽ റോഡിലേക്ക് കയറി. എന്ത് രസമായിരുന്നു അതിലേക്കൂടെ വരാൻ. അത് കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. അതിന് ആ ഗിയർ ലൈവർ ഒന്ന് താക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ നടന്നില്ല. അയ്യോ, ഫോൺ ഓഫായോ? അതോ അതിൻ്റെ ഡിസ്പ്ലേ പോയതാണോ? ഗായ്സ്, നമുക്ക് വീണ്ടും ആ റോഡ് കിട്ടി. ഗായ്സ് നമുക്ക് വീണ്ടും ആ റോഡ് കിട്ടി. ഇടയ്ക്ക് കുറച്ച് ഏരിയ ചെയ്തിട്ടില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ആ സ്ഥലം ഏറ്റെടുക്കാത്തതിൻ്റെ വല്ലതും ആയിരിക്കും. എന്തായാലും റോഡ് കിട്ടി. ഒരു 21 കിലോമീറ്ററോടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടും കിട്ടിയാൽ മതിയായിരുന്നു. 21 കിലോമീറ്റർ ഇപ്പോൾ കാണിക്കുന്നത് സ്ലൈഡ് റൈറ്റ്. ഇപ്പം കാണിച്ച പോലെ ആയിരിക്കും. കണ്ടിന്യൂസ് ഇത് തന്നെ ആയാൽ മതിയായിരുന്നു. എന്ത് രസമായിരുന്നു. ഒരു ടെൻഷൻ ഇല്ല. ചുമ്മാ കൈ കൊടുത്തിങ്ങനെ ഇരിക്കുക. അത് തന്നെ പരിപാടി. എന്നിട്ടൊരു 120 പിടിക്കുക. ഇതിൽ 100-ൽ പിടിച്ചിട്ടും കാര്യമില്ല. ഏതോ വണ്ടിയുടെ ടയർ പൊട്ടിയിട്ട് ചവിട്ടിയതിൻ്റെ പാട്. ഓയ്യ പശു. എന്ത് ചെയ്യാനാ, ആരോട് പറയാനാ എൻ്റെ ദൈവമേ. ഞാൻ ആ ടയർ മാറിയത് നന്നായി. ഇല്ലെങ്കിൽ ഇവിടെ കൂടെ വരുമായിരുന്നെങ്കിൽ ഇത്രയും സ്പീഡിൽ പോകുമ്പോൾ എല്ലാ ടയറിനും എല്ലാം പറ്റിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ കാണും. കാടൂർ 22, ബീരൂർ 40, ചിക്കമംഗളൂർ 60, ചിന്നഗിരി. ചിക്കമംഗളൂർ വഴിയാണ് പോകുന്നത്. ചിക്കമംഗളൂർ ടച്ച് ആകത്തില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ഔട്ടറിൽ കൂടെ കണ്ട പോകുന്നത്. മൈസൂറിൻ്റെ ഔട്ടറിൽ കൂടെ പോയി അവസാനം മൈസൂരിൽ പോയി സ്റ്റേ ചെയ്താവുന്നത്. ഇതിപ്പോൾ ചിക്കമംഗളൂർ ടച്ച് ചെയ്യത്തില്ല, ഔട്ടറിൽ കൂടെ പോകുന്ന പറഞ്ഞ് അവസാനം ചിക്കമംഗളൂർ അതിനുള്ള ഇടയൊന്നും വരത്തില്ലേ. ഗായ്സ്, നമ്മളിപ്പോൾ അങ്ങനെ ജോഗ് ഫോൾസിൻ്റെ ആർച്ചിൻ്റെ മുമ്പിലാണ്. പാലം കണ്ടോ? ആ ആർച്ച് കയറി അങ്ങോട്ട് പോകുന്നതാണ് ജോഗ് ഫോൾസ്. ഇനി അങ്ങോട്ടുള്ള വെള്ളം വരുന്നതാണെന്ന് അറിയത്തില്ല. ഇത് കണ്ടോ, എന്ത് രസമാണ്. നമുക്ക് നേരെ ആയിരുന്നു പോകേണ്ടത്. നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് കയറി. ഇവിടുന്ന് 2 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇപ്പോൾ ജോഗ് ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് എടുത്തോ. സമയം കളയാതെ പോയേക്കാം. വേൾഡ് ഫേമസ്
ജോഗ് ഫോൾസ് പ്രകൃതി യാത്രി നിവാസ്. എവിടാ ജോഗ് ഫോൾസ്? എവിടെയാ? ആയി കാണത്തില്ല. 2 കിലോമീറ്റർ ആയില്ലേ? അല്ല, പാർക്ക് ഉണ്ടാക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ടൂറിസമായിട്ട് ബന്ധപ്പെട്ടേ പാർക്ക് ഉണ്ടാക്കുക. ആൾക്കാർ ജോഗ് ഫോൾസ് വരുന്നതല്ലേ, അപ്പം വരുമാനമല്ലേ. ചായ കുടിക്കണമെന്ന് ഞാൻ നോക്കി നടന്നിട്ട് കുറേ നേരമായി. ഒരു കട കണ്ടില്ല. ഇനി ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അടിപൊളി. വണ്ടി വെച്ചിട്ട് പോകണം. ഈ വണ്ടിയും വെച്ചിട്ട് ഞാൻ എങ്ങനെ പോകും? ബായൊക്കെ ഇരിക്കുന്നു, സേഫ്റ്റി ആയിരിക്കില്ല. इधर ही है ना? हाँ इधर उधर है टेम्पररी पॉइंट. उधर है? हाँ. टिकट है? टिकट है? टिकट लेना है? हाँ. किधर है टिकट? किधर है? टिकट नहीं है. नहीं है? नहीं है सर, इधर टिकट नहीं है. टेम्पररी पॉइंट उधर है, देख कर बाद में जाओ. ഓ മൈ ഗോഡ്, അങ്ങോട്ട് നോക്കി. വെരി നൈസ്. ഇത്ര ചെറുതാണെങ്കിൽ പോലും എന്ത് രസമാണ്. അപ്പം ഫുള്ള് വെള്ളം വരുമ്പോൾ എന്ത് രസമായിരിക്കും. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ഞാൻ ഈ ബാഗ് വെച്ചിട്ട് എങ്ങനെ പോകാൻ കൊണ്ടു? ഹേ ഗൈസ്, ഈ ജോഗ് ഫോൾസിൻ്റെ ഒഫീഷ്യൽ എൻട്രി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഫുള്ള് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ടെമ്പററി വ്യൂ പോയിൻ്റ് റെഡിയാക്കിയിട്ടുണ്ട്. അതാണ് ജോഗ് ഫോൾസ്. ടെമ്പററി വ്യൂ പോയിൻ്റ് നിന്നുകൊണ്ട് അതാണ് ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലേ. ജസ്റ്റ് മരമൊക്കെ വെട്ടി വെയിൽ കെട്ടിയിട്ട് ഇപ്പോൾ ടെമ്പററി ആയിട്ട് വ്യൂ ചെയ്യാൻ പറ്റും. അതാണ് ആ സംഭവം. അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ കാണാം. അപ്പം ഇവിടെ വരുന്നവർ ഇങ്ങനെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് വന്നാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ അതിനപ്പുറം ഒരിതുണ്ടല്ലോ, റൂമോ ഹോട്ടൽ അങ്ങനെ എന്താ സംഭവം ഉണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ഫോട്ടോ എടുക്കാനും വ്യൂ ചെയ്യാനൊക്കെ പറ്റും. അവിടെ കൊണ്ടുപോകും. എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇവിടെ ആൾക്കാർ നിൽപ്പുണ്ട്. അവർ നമ്മൾ വരുമ്പോഴത്തേനും അവർ ചോദിക്കും. വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എക്സ്ട്രാ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും അത്. ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് കുന്ത എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. മറ്റേ ജോഗ് ഫോൾസിൻ്റെ അവിടെ നിന്ന് താഴോട്ടിറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേനും നമ്മൾ NH66 ഇല്ലേ, NH66 NH66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ഹൈവേ. അതായത് നമ്മുടെ ആലപ്പുഴ, ചേർത്തല, എറണാകുളം വഴി വരുന്ന ഹൈവേ അല്ലേ. കാസർഗോഡ്, മംഗലാപുരം വഴി അത് നേരെ അത് ഇവിടെയാണ് വരുന്നത്. അതിവിടെ ഗോവയിൽ കൂടെ കുന്ത വഴി വന്നിട്ട് മാംഗ്ലൂർ വന്നിട്ട് കുന്ത വന്ന് ഇങ്ങനെ ഗോവ വഴി പോകുന്ന ഹൈവേ ആണ്. ഒറ്റ ഹൈവേ ആണ്. അപ്പം ആ ഹൈവേയിലാണിപ്പം. ആ ഹൈവേ കൂടെ നേരെ ഇനി നമുക്കൊരു 98 കിലോമീറ്റേഴ്സുണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. നമ്മൾ പോകുന്നത് പാലോലം ബീച്ചിലേക്കാണ്. പാലോലം ബീച്ചില്ലേ, അതായത് നോർത്ത് ഗോവയിലാണ്. അങ്ങോട്ടാണ് പോകുന്നത്. ഇവിടെ എന്തോ ആക്സിഡൻ്റ് ആണോ? അപ്പം നമ്മളെന്നെ പറഞ്ഞത് നമ്മൾ പാലോലം ബീച്ചിലേക്കാണ് പോകുന്നത്. അത് ഹൈവേ 3 കിലോമീറ്റർ ആകണ്ടേ ഉള്ളൂ അകത്തേക്ക്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഗോവയിൽ ന്യൂ ഇയറിന് പോയിട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അത് വെക്കേഷനായിട്ട് പോയതാണ്. ഞാൻ പോയിട്ട് ന്യൂ ഇയറിന് പോയിട്ട് 4-ാം തീയതി തിരിച്ചു വന്നത്. അത് പക്ഷേ നോർത്ത് ഗോവയിലായിരുന്നു. ഇത് പാലോലം ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സൗത്ത് ഗോവയിലാണ്. നോർത്ത് ഗോവയുടെ അത്രയും തിരക്ക് കാണത്തില്ല കേട്ടോ. ആ ബസ് എന്തോ പൊക്കാൻ പോകണം. ഈ നേരെ കിടക്കുന്ന വണ്ടി എന്തിനാ ഒരു പൊക്കാൻ പോകുന്നത്? സൈഡിലോട്ട് മാറ്റിയില്ലെന്നായിരിക്കും. ഇതേമൊന്നും ആർക്കും പറ്റി കാണത്തില്ലല്ലോ അല്ലേ. ആർക്കൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു. ആ ബസ് എന്തിനാ പൊക്കി തിരിക്കുവാന്ന് തോന്നുന്നു, വലിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. NH66 മൊത്തം അടച്ചിട്ടിട്ടാണ് ഇവർ ഈ പണി കാണിക്കുന്നത്. ഇപ്പോൾ എവിടം വരെ ബ്ലോക്കായി കാണാമെന്നറിയാം. എനിക്കൊന്ന് ആ ക്രെയിനെ കെട്ടി വലിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടി എന്തോന്നു.
ഗ്ലാസ്സൊക്കെ പൊട്ടിക്കിടപ്പുണ്ട്. പക്ഷേ ഈ വണ്ടിയുടെ ഗ്ലാസ്സിന് കുഴപ്പമൊന്നുമില്ലല്ലോ. മൊത്തം ഗ്ലാസ് അല്ലേ അതോ ആക്സിഡൻ്റ് അല്ല, നല്ല കംപ്ലൈൻ്റ് ആണെന്ന് തോന്നുന്നു വണ്ടി കേട്ടോ. ആക്സിഡൻ്റ് ലക്ഷങ്ങളൊന്നും കാണുന്നില്ല. വണ്ടിയുടെ ഗ്ലാസ്സിന് കുഴപ്പമൊന്നുമില്ല. നോക്കി ബ്ലോക്ക് നോക്കി എവിടം വരെയാന്ന് നോക്കി. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് പാലോലം ബീച്ച് സൗത്ത് ഗോവയിലാണ്. നോർത്ത് ഗോവ നല്ല ക്രൗഡഡാണ്. ഇവൻ സീസൺ അല്ലെങ്കിൽ പോലും അത്യാവശ്യം ക്രൗഡുണ്ട് അവിടെ. സീസണിൽ പിന്നെ പറയുകയും വേണ്ട. പക്ഷേ സൗത്ത് ഗോവ കമ്പയർഡ് ടു നോർത്ത് ഗോവ, സൗത്ത് ഗോവ കുറച്ച് കാമാണ്. ഫാമിലീസിനൊക്കെ പറ്റിയത് സൗത്ത് ഗോവയാണ്. സോ സൗത്ത് ഗോവയിലാണ് പാലോലം ബീച്ച്. ഞാനിതുവരെ സൗത്ത് ഗോവ പോയിട്ടില്ല. നോർത്ത് ഗോവയിൽ പോയിട്ടുണ്ട് ഇഷ്ടംപോലെ പ്രാവശ്യം, 5-6 പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പാലോലം ബീച്ചിലോട്ടാണ് പോകുന്നത്. അവിടെ ഒരു ബട്ടർഫ്ലൈ ബീച്ച് എന്ന് പറയുന്നൊരു ബീച്ചുണ്ട്. അത് ഈ പാലോലം ബീച്ചിൽ നിന്ന് നടന്നു പോകാനേ പറ്റത്തുള്ളൂ, വണ്ടിയൊന്നും ചെല്ലില്ല. അവിടെ ഒന്ന് പോകണം മെയിനായിട്ട്, അതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. പിന്നെ നോർത്ത് ഗോവയിലും കൂടെ ഒന്ന് പോകണം, വഗേറ്ററിലൊന്ന് പോകണം. ഞാൻ ടെൻ്റൊക്കെ എടുത്തിട്ടാണ് വന്നത്, ടെൻ്റ് അടിക്കാമെന്ന് വെച്ചിട്ട്. ടെൻ്റ് പോയിട്ട് രണ്ടും തുറക്കാൻ പോലുള്ള ചാൻസ്. ഈ ചാർജിങ്ങിൻ്റെ പ്രശ്നമില്ലായിരുന്നെങ്കിൽ ടെൻ്റ് അടിക്കാമായിരുന്നു. ടെൻ്റ് ഇപ്പോൾ അടിക്കാൻ സ്ഥലമൊന്നും ഇല്ലല്ലോ, പമ്പുകാരോട് ചോദിക്കാമായിരുന്നു. ശരിക്കും ടെൻ്റ് അടിക്കാൻ വേണ്ടി കുറച്ച് സ്ഥലം ഡെഡിക്കേറ്റഡ് ആയിട്ട് റെൻറ്റ് കൊടുത്തുകൂടെ ആർക്കെങ്കിലും? വണ്ടി പാർക്ക് ചെയ്യുന്ന പോലെ ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന സ്ഥലം പോരെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര പേർക്ക് ഹെൽപ്പാവും. ചെറിയ വണ്ടി പാർക്ക് ചെയ്യുന്ന പൈസ മേടിച്ചാൽ മതി. ആളുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ തുടങ്ങും. ആളെ കിട്ടണ്ടേ? ബാക്ക് പാക്കേഴ്സിനെ പിടിച്ചാൽ മതി. ഉച്ചയ്ക്ക് എന്നെ ചൂടായിരുന്നു, ചൂടെടുത്തിട്ട് പുകയുമായിരുന്നു. ഇപ്പോഴത്തെ തണുക്കാൻ തുടങ്ങും, കാറ്റടിച്ചിട്ട് തണുക്കുന്നു. ഇത് ഹൈവേ കൂടെ തന്നെ അല്ലേ ഞാനീ പോകുന്നത്? ഹൈവേയുടെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. വണ്ടിയൊന്നും ഇല്ലേ? ഇത് 66 എനിക്ക് സംശയമുണ്ട്, കാരണം വണ്ടിയൊന്നും കാണുന്നില്ല. ആ പനവേലൊക്കെ കാണിക്കുന്നുണ്ട് 677 കിലോമീറ്റർ, 65 കിലോമീറ്റർ. നേരത്തെ കേരളത്തിൽ നിന്ന്, നേരത്തെ അല്ല കഴിഞ്ഞ വർഷമൊക്കെ കേരളത്തിൽ നിന്ന് മറ്റേ ബസ് ഉണ്ടായിരുന്നല്ലോ ഇവരുടെ മുരഹരയുടെ. ഇപ്പം ഇല്ലെന്ന്, ഞങ്ങൾ ഈ പ്രാവശ്യം നോക്കിയിട്ട് ആ ബസ്സിൻ്റെ ബുക്കിംഗ് ഒന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു അവർ നിർത്തിയെന്ന് തോന്നുന്നു, ആളൊന്നും ഇല്ലാഞ്ഞിട്ട്. ആരോന്നോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇപ്പം മുരഹര ഇല്ലാത്തതെന്ന് ഗോവയ്ക്ക്. ആകെ ഒറ്റ ബസ് ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ നിന്ന്. ട്രക്കുകാർക്കും ബസ്സുകാർക്കും കാറുകാർക്കൊക്കെ ഉള്ള ലൈൻ സെപ്പറേറ്റ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ബൈക്കുകാർക്ക് പോകണ്ടേ? ഇപ്പം ബൈക്കുകാർ ഇതിലേലും പോകാനായിരിക്കും ഉദ്ദേശിച്ചത്. 3 ലൈൻ കാണിക്കുന്നുണ്ട് ബോർഡിൽ, പക്ഷേ ഇവിടെ 2 ലൈനാണല്ലോ. ഹേ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഹട്ടിക്കേരി ടോൾ പ്ലാസ, അതായത് കാർവാറിൽ നിന്നൊരു കാർവാറിലോട്ട് ഇനിയും 10-25 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയാണ് നിൽക്കുന്നത്. ETA നമുക്കൊരു 10:32 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ അത് കൂടും. എന്തായാലും അധികം കിലോമീറ്റർ ഇല്ല, ഇനി 10 എത്ര കാണിക്കുന്നത്, 55 കിലോമീറ്റർ വേണ്ടേ ഉള്ളൂ. തണുപ്പുണ്ട്. ഈ തണുപ്പത്ത് മോടി പോയി ചേർന്ന് പറയണം, എന്ത് സുഖമായിരിക്കും. മലയാളീസ് ഗോവയ്ക്ക് പോയിട്ട് തിരിച്ചു പോകാൻ തോന്നുന്നു. ഹേ ഗായ്സ്, നമ്മളിപ്പോൾ കാർവാർ എത്തി. കാർവാറിലെ ഗുഹയാണ് ഇത്, കണ്ടോ ടണല്. ഈ ടണലിൽ കൂടെയാണ് നമ്മൾ കാർവാർ ക്രോസ് ചെയ്യുന്നത്. കാർവാർ കഴിയുമ്പോൾ ഉള്ളൊരു ഗുഹയാണ്, മീൻസ് ടണലാണ്. നമുക്കിനി 31 കിലോമീറ്ററോടെ ഉള്ളൂ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. ETA 10:41. ഗോവയുടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അത് എവിടെയാണോ? അത് ഉടനെ ഉണ്ടാവും. ഗോവ നേരെ കാർവാർ ലെഫ്റ്റ്, ഇതെല്ലാം കാർവാറാണ്. കാർവാർ ജംഗ്ഷൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് കാർവാറിൽ നേവിയുടെ കുറേ ഏരിയാസ് ഉണ്ട്. നേവിയുടെ റെസിഡൻഷ്യൽ കോംപ്ലക്സ്, അത് കഴിഞ്ഞിട്ട് നേവിയുടെ ഇത് കണ്ടോ, ബീച്ച് കണ്ടോ, കാർവാർ ബീച്ചാണ്. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കുറേ ഹമ്പുകളും.
ഞാനാണ് ഇതുവരെ റൂം ബുക്ക് ചെയ്തില്ല. മറ്റേ ഇതല്ലേ ബെഡ് സ്പേസാണ് നോക്കുന്നത്, അത് ഇതുവരെ ബുക്ക് ചെയ്തില്ല. ചെല്ലുമ്പോൾ കിട്ടിയാൽ മതിയായിരുന്നു ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു. കാള രാത്രി ഇറങ്ങി നടക്കുന്നുണ്ടോ? നല്ല വണ്ടിക്കാർ കാണാതെ വന്നു കഴിഞ്ഞാൽ റിഫ്ലക്ടർ ഒന്നും ഇല്ലല്ലോ എൻ്റെ ദേഹത്ത്. വന്ന് കയറി കഴിഞ്ഞാൽ നല്ല വണ്ടിക്കും കുഴപ്പമാണ്, കാളം ചത്തുപോകും. പനാജി 101 കിലോമീറ്റർ ഉണ്ടല്ലേ. നമുക്ക് പനാജി ക്രോസ് ചെയ്തിട്ട് വേണം നോർത്ത് ഗോവയ്ക്ക് പോകാൻ. ഞാൻ ആ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു, നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? താഴോട്ടുന്ന ലൈറ്റ് കുറച്ച് പൊക്കി വെച്ചു, വലിയപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ മറ്റേന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല, താഴോട്ട് കുരിഞ്ഞായിരിക്കുന്നത്. കുറച്ച് ഏരിയ മാത്രമേ കാണത്തുള്ളൂ, മുമ്പോട്ടൊന്നും കാണത്തില്ലായിരുന്നു. ഇത് പാടായിരുന്നു. ഇനിയും ബാറുകളിലെയും കള്ള് കടയുടെയും ബഹളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വമ്പൻ ബഹളമാണ്. ഓരോ കട ഓരോ 50 മീറ്റർ അല്ലെങ്കിൽ ചിലപ്പോൾ 10 മീറ്റർ ഇടവിട്ട് നമുക്ക് കള്ളുകട കിട്ടും. ഗൈസ്, അങ്ങനെ നമ്മൾ റൂമിലെത്തി. രാത്രി 11 മണിയായി എത്തിയപ്പോൾ. പിന്നെ ഫുഡ് കഴിച്ചു, അങ്ങനെ ഒന്ന് ചില്ല് ചെയ്തു, പിന്നെ കിടന്നു പെട്ടെന്ന്. കാരണം നല്ല ടയേർഡായിരുന്നു, ഇത്ര ലോങ് ഓടിച്ചു വന്നതല്ലേ. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ്, ഇപ്പോൾ സമയം 12:20. ഇനി രാവിലെ എഴുന്നേറ്റ് പല്ല് കഴിച്ചില്ല, പല്ല് കഴിക്കണം, കുളിക്കണം, എന്നിട്ട് എന്തെങ്കിലും കഴിക്കണം. ഞങ്ങൾ റൂം എടുത്തായിരുന്നു, മറ്റൊരു ഹോസ്റ്റലിലാണ്. ഇത് കണ്ടില്ലേ, ഇതാണ് റൂം. എല്ലാവരും ചെക്കൗട്ടായി, ഞാൻ മാത്രമേ ഉള്ളൂ. ഇനി ആരെല്ലാം വരുമായിരിക്കും. എനിവേ പകൽ ബീച്ചിലേക്കൊന്ന് കറങ്ങാൻ പോകണം, കറങ്ങിയിട്ടൊന്ന് ചില്ല് ചെയ്യണം. അപ്പോൾ ശരി, എന്നാൽ താങ്ക്സ് ഫോർ വാച്ചിങ്. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ഗുഡ് ബൈ.